അഡ്വക്കേറ്റ് അസ്ക, പൊതുമുതൽ തല്ലി തകർക്കാനും ജീവനക്കാരോട് തിണ്ണമിടുക്ക് കാട്ടാനും സ്ത്രീകളെപ്പോലും കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്ത്രീകളെപ്പോലും അസഭ്യം പറയാനും ഇങ്ങനെ ഒരു പൊതുപണിമുടക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് അസ്ക? ഇത് സ്ഥിരം ചെയ്യുന്നതല്ലേ CITയും CPM ഒക്കെ? അൽനമ്പിയാർ, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ RSSന്റെ സർസംഘചാലകായിട്ടുള്ള സംഭൂജനായിട്ടുള്ള ശ്രീ മോഹൻ ഭഗവത് ഈ അടുത്ത കാലത്തൊരു ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, രാജ്യത്ത് അസമത്വം വർദ്ധിച്ചു വരുന്നു എന്ന് ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സമ്പന്നർ യഥാർത്ഥത്തിൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുകയും രാജ്യത്തിന്റെ സ്വത്ത് ഒരു വിഭാഗം ആളുകളുടെ കയ്യിലേക്ക്, ഒരു ന്യൂനപക്ഷത്തിന്റെ കയ്യിലേക്ക് എത്തപ്പെടുകയും ഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യൻ സമ്പത്ത് ന്യൂനപക്ഷങ്ങളുടെ കയ്യിലേക്ക് അകപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു വസ്തുത, വർത്തമാനകാല ചിത്രം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ദേശീയ പണിമുടക്ക് എന്തിനു വേണ്ടി എന്നുള്ളത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് പറഞ്ഞല്ലോ, ദേശീയ പണിമുടക്ക് എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് മാത്രമായി രാജ്യം തീറെഴുതി കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ തിരുത്തുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള ആവശ്യം. രണ്ട്, രാജ്യത്ത് നാളിതുവരെ രാജ്യത്തെ തൊഴിലാളികൾ നേടിയെടുത്തിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ ആകമാനം ഇല്ലാതാക്കുക. നേരത്തെ ശ്രീ MK ഹരിദാസ് ഒക്കെ പറഞ്ഞ EPFന്റെയും ഗ്രാറ്റുവിറ്റിയുടെയും ESIയുടെയും മിനിമം വേജസ് ആക്ടും ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തൊരു പൊതു കോഡ്, തൊഴിൽ കോഡ് വരുന്നു എന്നുള്ളതാണ് ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം. അതിൽ തൊഴിലാളിക്കൊരു അവകാശവുമില്ല, തൊഴിലാളിയുടെ നിലപാടുകൾക്കൊരു അവകാശവുമില്ല എന്ന സാഹചര്യത്തിലേക്ക് തരം താഴ്ന്ന തരത്തിൽ ആ തൊഴിൽ കോഡ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. രാജ്യത്തെ ഇൻഷുറൻസ്, ബാങ്കിങ്, അതുപോലെ തന്നെ ഗതാഗതം, കൽക്കരി തുടങ്ങി സമസ്ത മേഖലകളും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് രാജ്യം ഇങ്ങനെ ഇത്തരമൊരു ദേശീയ പണിമുടക്കിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 2022 നവംബറിൽ 2 ദിവസം നീണ്ടു നിന്ന സമരത്തിന് ശേഷം 2025 ഇത്തരം ഒരു ദേശീയ പണിമുടക്കിന് 10 സംഘടനകൾ കൂടി ചേർന്നു തീരുമാനിക്കുകയും രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും തൊഴിൽ സംഘടനകളും BMS ഒഴികെയുള്ള മുഴുവൻ തൊഴിൽ സംഘടനകളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ദേശീയ പണിമുടക്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ ഇതൊരു ചെറിയ കാര്യമല്ല. ചിലർക്ക് ഇത് പരിഹസിക്കാനും ഈ സമരത്തെ 25 കോടി തൊഴിലാളികൾ ഈ പണിമുടക്കിന്റെ ഭാഗമാകും എന്ന് വീമ്പ് പറഞ്ഞു. എന്നിട്ട് ഈ ഇട്ടാവട്ടത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ അത് ഒതുങ്ങിയില്ലേ? അവിടെയും ആ പൊതുപണിമുടക്കിനോട് ഭാഗികമായിട്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടായിരുന്നത്? നിങ്ങളൊന്ന് നോക്കൂ അഡ്വക്കേറ്റ് അസ്ക, ആ വാളയാറിന് അപ്പുറത്ത് ഞങ്ങളുടെ പ്രതിനിധി ഇന്ന് പോയതാണ്, അതുപോലെ കളീക്ക വിളക്ക് അപ്പുറത്തും പോയതാണ്. അവർക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു പണിമുടക്കുണ്ട് എന്ന്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം സ്റ്റാലിൻ്റെങ്കിലും പിന്തുണ കിട്ടേണ്ടതായിരുന്നില്ലേ? മാത്രമല്ല, അൽനമ്പീർ, ഇതിൽ സ്വയം വിമർശനാത്മകമായി ചില കാര്യങ്ങൾ കൂടി പറയുന്നതിന് എനിക്ക് മടിയില്ല എന്നുള്ളതാണ്. ഈ ദേശീയ പണിമുടക്കിന്റെ ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ സംവദിക്കുന്നതിന് ഇടതു പാർട്ടികൾക്കും അതുപോലെ ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തവർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പൊതുബോധം കൂടിയ ജനങ്ങൾ എന്ന നിലയിൽ അവർ ഈ പണിമുടക്കിനെ സർഗാത്മന സർഗാത്മകമായിട്ടായിരുന്നു. ഇന്ന് ഞാൻ കുറച്ച് വിഷ്വൽസ് ഒന്നുകൂടെ കാണിക്കാം. ഞാൻ സർഗാത്മകമായി എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ CITU ഗുണ്ടകളൊക്കെ എങ്ങനെയാണ് സർഗാത്മകമായി ഇടപെട്ടത് എന്ന് ഒന്നുകൂടെ ഞാൻ കാണിക്കാം. അല്ല അൽനമ്പിയാർ, നിങ്ങൾക്ക് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വ്യാപകമായിട്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. എന്താ ഈ പറയുന്നത്? ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ ലാഘവത്തോടെ കാണാതെ ആർക്ക് അജണ്ട? എന്താ അജണ്ട? കണ്ടതല്ലേ, കൺമുന്നിൽ കണ്ടതല്ലേ വിളിച്ചു പറയുന്നത്? നിങ്ങളുടെ ഭരണകൂടത്തിന് കോർപ്പറേറ്റ് താല്പര്യങ്ങളുണ്ട്. ആ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനും അദാനിക്കും അംബാനിക്കും രാജ്യത്ത് വളരുന്നതിന് കേരളത്തിൽ പിണറായി മാത്രം യൂസഫ് അലിയുടെയും രവി പിള്ളയുടെയും തോളില് കൈയിട്ട് നടന്നാൽ മതിയോ? അവരൊന്നും കോർപ്പറേറ്റ് മുതലാളിമാരല്ലേ? ആദിത്യനാഥുമായി ചേർന്ന് അവിടെ ഒരു മാള് തുടങ്ങുമ്പോഴേക്ക് മാളിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി കുടുംബസമേതല്ലേ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അവരൊന്നും കോർപ്പറേറ്റ് മുതലാളിമാരല്ലേ? അല്ല, UP ശ്രീമാൻ യോഗി ആദിത്യനാഥ് പങ്കെടുത്ത എന്തിനാ? അതെ, അവിടത്തെ പങ്കെടുത്ത് അല്ല, അവരൊന്നും പറയുന്നില്ലല്ലോ. കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തു എന്ന് പറയുന്നില്ലല്ലോ. നിങ്ങളെ പോലെ അദ്ദേഹം അവിടെ പങ്കെടുത്തിരുന്നല്ലോ. പങ്കെടുത്തു, അദ്ദേഹം പറയുന്നില്ലല്ലോ. രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തു എന്ന് യോഗി ആദിത്യനാഥ് ഏതെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ?
നിങ്ങളുടെ ആളുകളല്ലേ പറയാൻ കഴിയോ? നാഴികക്ക് 40 വട്ടം നിങ്ങളല്ലേ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മുതലാളിമാർ ആരാണ്? CPM-നെ പോലെ ആസിയുള്ള വേറൊരു സംഘടനയുണ്ടോ ഇവിടെ? നിങ്ങൾ ഈ പറയുന്ന യൂസഫ് അലി 10,000-ലധികം കോടികൾ കേരളത്തിൽ മുടക്കുമുതൽ നടത്തിയിട്ടും അദ്ദേഹത്തിന് ആ മുടക്കുമുതലിനനുസരിച്ചിട്ടുള്ള ലാഭം കിട്ടാതെ അദ്ദേഹം പ്രതിസന്ധിയിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ലോകരാജ്യങ്ങളിൽ ആകമാനുള്ള വ്യവസായത്തിന്റെ ഭാഗമായി കേരളം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹം വ്യവസായ സംരംഭം നടത്തുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ അപമാനിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾ പറഞ്ഞോളൂ, അതിലൊരു തർക്കവും. ഞാൻ യൂസഫ് അലി അപമാനിച്ചതല്ല. യൂസഫ് അലി ഇനിയും വ്യവസായ സ്ഥാപനങ്ങൾ ബിസിനസ് ഇവിടെ കൊണ്ടുവരട്ടെ. പക്ഷേ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്നു എന്ന് പറയുന്നു, മറുഭാഗത്ത് ഇവരുടെയൊക്കെ തോളി കൈയിട്ട് നടക്കുകയും ചെയ്യുന്നു. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്, അല്ല തെറ്റിദ്ധരിപ്പിക്കണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യോഗി ആദിത്യനാഥ് പങ്കെടുത്ത UP-യിലെ യൂസഫ് അലിയുടെ ലുലു മാളിന്റെ ഉദ്ഘാടനം വളരെ സർവാത്മന നിങ്ങൾക്ക് സ്വാഗതം ചെയ്യാനാവും. ഞാൻ താങ്കളോട് പറഞ്ഞു, യോഗി ആദിത്യനാഥ് ഒരിക്കലും കോർപ്പറേറ്റ് മുതലാളിമാരെ തള്ളി പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് അസ്കർ, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും നാഴികക്ക് 40 വട്ടം കോർപ്പറേറ്റ് മുതലാളിമാരെ തള്ളിപ്പറയുന്നത് പോലെ യോഗി ആദിത്യനാഥ് തള്ളിപ്പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇരട്ടത്താപ്പാണ് ഈ വിഷയത്തിലൊക്കെ. നിങ്ങളെ സംബന്ധിച്ചത് നിങ്ങളുടെ വർഗബോധം, വലതുപക്ഷ വർഗബോധം, തീവ്ര വലതുപക്ഷ വർഗബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ശാസ്ത്ര ഘടനയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ തന്നെ മന്ത്രി പി രാജീവ് സംസാരിക്കുന്ന പോലെ സംസാരിക്കാതെ താങ്കൾ ഈ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായി സംസാരിക്കുക പ്ലീസ്. അങ്ങനെയല്ല, വളരെ ലളിതമായി തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. നിങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സാമൂഹിക ഘടനയുടെ വിഭാവന എന്ന് പറയുന്നത് കോർപ്പറേറ്റ് താല്പര്യത്തിന് അധിഷ്ഠിതമാണ്. പക്ഷെ നിങ്ങൾ ഈ സമരത്തെ ഇകഴ്ത്തുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, മഹാരാഷ്ട്രയിൽ നടന്നൊരു ലോങ് മാർച്ച് ഉണ്ട്. ആ ലോങ് മാർച്ച് മഹാരാഷ്ട്രയിലേക്ക് എത്തപ്പെടുമ്പോ രാജ്യമാകം സ്തംഭിക്കുന്ന തരത്തിൽ ആ ലോങ് മാർച്ച് വിജയിപ്പിക്കാനായിട്ടുണ്ട്. CITU എന്ന് പറയുന്ന സംഘടനയും കിസാൻ സഭയും നടത്തിയിട്ടുള്ള ലോങ് മാർച്ചാണ്. അവിടെ മുംബൈ നഗരത്തിലേക്ക് ആ ലോങ് മാർച്ച് എത്തുമ്പോ അങ്ങേക്കറിയും, ഡബ്ബാവാലകൾ എന്നറിയപ്പെടുന്ന ആളുകൾ എത്തി അവർക്ക് ഭക്ഷണം നൽകുകയും അവിടുത്തെ സന്നദ്ധ സേവന പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർ ഈ പൊട്ടിയൊലിച്ച വ്രണം വന്ന കാലുകൾക്ക് മരുന്നുകൾ വെച്ചു നൽകുകയും ചെയ്ത കാഴ്ചകൾ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്തുയർത്തിപ്പിടിച്ചതാണ്. മാത്രമല്ല, അങ്ങേക്കറിയുമല്ലോ കർഷക സമരം രാജ്യത്ത് ഇന്നോളം കണ്ടിട്ടില്ല. കർഷക സമരത്തിന് പിറകിലൊക്കെ ഏത് ശക്തികളായിരുന്നു എന്നൊക്കെ പലവട്ടം ചർച്ച ചെയ്തതാണല്ലോ. ആരുടെ അജണ്ടയായിരുന്നു അത്? ഈ പാവം കർഷകരെ തെരുവിലിറക്കി അടി വാങ്ങിച്ചു കൊടുത്തത് ആരാണെന്നൊക്കെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആ കർഷക നിയമങ്ങൾ ഫ്രീസറിൽ വെക്കേണ്ടി വന്ന സാഹചര്യം എന്താ? ദില്ലിയിൽ നടന്ന കർഷക സമരമായിരുന്നല്ലോ. അപ്പോ ആ കർഷക സമരം വിജയകരമായിരുന്നു. ഇപ്പോ ദേശീയ പണിമുടക്ക് പരാജയമായിരുന്നു എന്ന് വരുത്തി തീർക്കണം. അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ശ്രമം നിങ്ങൾ നടത്തിക്കോളൂ, ഒരു തർക്കമില്ല ഞങ്ങൾക്ക്. താങ്കളൊന്ന് പറ, താങ്കളുടെ നെഞ്ചിത്തൊട്ട് പറ, കേരളത്തിലൊഴികെ ബാക്കി എവിടെയാണ് ഈ ദേശീയ പണിമുടക്ക്, ആ പണിമുടക്കിന്റെ അതിന്റെ ഒരു സാന്നിധ്യം അറിയിച്ചത്? അങ്ങനെയല്ല, ഇതിലിപ്പോ അല്ല, അത് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എവിടെയാണ് ബംഗാളിലോ? ബംഗാളിലെ ദൃശ്യങ്ങൾ വേണോ താങ്കൾക്ക്? അല്ല, ബംഗാളിൽ ദേശീയ പണിമുടക്ക് ഭാഗികമായിരുന്നു, ഒരു സംശയമില്ല. മഹാരാഷ്ട്രയിൽ ഭാഗികമായിരുന്നു. മഹാരാഷ്ട്രയിലെ തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ സമരം ചെയ്തിട്ടുണ്ട്, കർഷകർ സമരം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാര്യം ഭാഗികമല്ലാത്തൊരു സ്ഥലം പറയൂ. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും CITU-യും ഇന്ത്യയിലെ വലിയ ശക്തമായ സംഘടനയല്ല. അങ്ങനെയായിരുന്നു എങ്കിൽ ഇന്ത്യയിലാകമാനം ഇന്ത്യ ഭരിക്കേണ്ടിയിരിക്കുന്നത് CPM-ഉം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ആവുമായിരുന്നല്ലോ, ഇടതുപക്ഷ പാർട്ടികളും ആയിരുന്നല്ലോ. ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ദേശീയ പണിമുടക്കുന്ന കുട്ടിഘോഷിക്കരുതായിരുന്നു. ദേശീയ പണിമുടക്കുന്ന കുട്ടിഘോഷിക്കരുതായിരുന്നു. നമുക്കൊരു അഖില കേരള പണിമുടക്ക് നടത്താമായിരുന്നില്ലേ? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ സ്വയം വിമർശനമായി പറഞ്ഞത്, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇന്ത്യ ഒട്ടാകെ ക്യാമ്പയിൻ നടത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് തുറന്ന് സമ്മതിക്കുന്നതിന്റെ മടിയില്ല. അതായത് 5 മാസം മുമ്പ് പ്രഖ്യാപിച്ചിട്ടും ഈ 5 മാസം കൊണ്ട് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സമരം, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങളുടെ പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ പോലും സാധിച്ചില്ല.
അതാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്ക് ഇന്ത്യ ഒട്ടാകെ സാന്നിധ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലല്ലോ. പക്ഷെ നിങ്ങൾ അങ്ങനെയാണല്ലോ അവകാശവാദം ഉന്നയിക്കുന്നത്. സാന്നിധ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ല, പിണറായി ഇന്നൊരു പ്രസ്താവന ഇറങ്ങി കഴിഞ്ഞാൽ നാളെ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും. ആ അഹങ്കാരമൊക്കെ ആണല്ലോ ഇന്ന് കണ്ടില്ലേ. ഇന്ന് എന്തായിരുന്നു CIT-കാരും CPM-കാരും അഴിഞ്ഞാടി അവർ കൈകാര്യം ചെയ്ത രീതിയൊക്കെ, ജീവനക്കാരെ കൈകാര്യം ചെയ്ത രീതിയൊക്കെ അഡ്വക്കേറ്റ് അസ്കറും കണ്ടതല്ലേ. വീട്ടിൽ ടെലിവിഷൻ ചാനലുകൾ കേരളത്തിൽ ബന്ദ് നടത്തിയ സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുന്നു. RSSും BJPയും കേരളത്തിൽ ബന്ദ് നടത്തിയിട്ടുണ്ടല്ലോ. ആ ബന്ദ് നടത്തിയ കേരളത്തിൽ ഇതുപോലെയായിരുന്നോ? ഇതിനേക്കാൾ മഹാവൃത്തികെട്ട രീതിയിലായിരുന്നു ആ സമീപനം. എന്തായിരുന്നു സംഭവിച്ചത്? ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ടാവാം. കള്ളം പറഞ്ഞു പോകരുത് അഡ്വക്കേറ്റ് അസ്ക. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നീതീകരിക്കാനാവുന്നതല്ല. അത് തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നതെന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളെന്ന നിലയിൽ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ നിങ്ങൾ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ അത് ക്യാമറയിൽ ഒപ്പി ഏതോ തരത്തിൽ വലിയ അപകടം അവിടെ CIT-യും CPM പ്രവർത്തകരും അക്രമം അഴിച്ചുവിട്ടു എന്ന KSRTC ബസ്സുകൾ നിരത്തിലിറക്കാൻ സമ്മതിച്ചില്ല, മെഡിക്കൽ ഷോപ്പുകൾ അടപ്പിച്ചു, ഗുരുവായൂരിൽ ഒരു ഹോട്ടൽ തല്ലി തകർത്തു. മാത്രമല്ല ഈ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലുള്ള ഒരു സ്കൂളിൽ അവിടെ അകത്ത് കയറി ചവിട്ടിപ്പൊളിച്ച്, വാതിൽ ചവിട്ടിപ്പൊളിച്ച് സ്റ്റോർ റൂമിൽ ഉച്ചഭക്ഷണത്തിനായി വെച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിഞ്ഞു. കുട്ടികളുടെ മുന്നിൽ വെച്ച് ടീച്ചർമാരെ തെറി പറഞ്ഞു. ഇതെല്ലാം കണ്ടതല്ലേ? ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമായിട്ടാണോ കാണേണ്ടത്? ഇത് ഓരോരോ മാത്രമല്ല കുമളിയിൽ ഒരു പ്രൊബേഷണറി ജീവനക്കാരനാണ്, അദ്ദേഹത്തെ ഇറിഗേഷൻ വകുപ്പിലെ അദ്ദേഹത്തെ എടുത്തിട്ട് ഇടിച്ചത് കണ്ടില്ലേ അഡ്വക്കേറ്റ് അസ്ക? ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഒറ്റ കാര്യം അഡ്വക്കേറ്റ് അസ്ക തന്നെ പറഞ്ഞു, ദേശീയ പണിമുടക്കിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് ബോധ്യപ്പെടുത്താൻ, നിങ്ങളുടെ അണികളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. അത് വലിയൊരു പരാജയം. ഇവിടെ നോക്കൂ, ഇങ്ങനെയൊരു പണിമുടക്കുണ്ടെങ്കിൽ ജനങ്ങൾക്ക്, പൊതുജനത്തിന്, അല്ലെങ്കിൽ ഇതുപോലെ ജീവനക്കാർക്ക്, അതുപോലെ അധ്യാപകർക്ക്, തൊഴിലാളികൾക്ക്, അവർക്ക് നിങ്ങൾ പറയുന്നതിലൊക്കെ ന്യായമുണ്ട് എന്ന് മനസ്സിലാക്കി അവർ സ്വയം സന്നദ്ധരായി പണിമുടക്കിൽ പങ്കെടുക്കട്ടെ എന്ന് വെച്ചാൽ പോരെ? എന്തിനാ നിങ്ങളെ ബലം പ്രയോഗിച്ച്, നിങ്ങൾ ഈ കയ്യൂക്ക് കാണിച്ച് ഇവരെയൊക്കെ തടയേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട കാര്യം എന്താ? അല്ല, അന്നമ്പേർ കേരളത്തിൽ 100% വരുന്ന തൊഴിലാളികളും 100% വരുന്ന ജീവനക്കാരും മറ്റിതര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇടതുപക്ഷ സംഘടനകളിലോ ട്രേഡ് യൂണിയനിലോ അംഗങ്ങളല്ലല്ലോ. സ്വാഭാവികമായും മറ്റിതര ട്രേഡ് യൂണിയനിൽ അംഗങ്ങളായിട്ടുണ്ട്. BMS-നും അടക്കം കേരളത്തിൽ അത്തരത്തിലൊരു ജീവനക്കാർക്കിടയിൽ സ്വാധീനമുണ്ട്. അത്തരം ആളുകൾ തൊഴിലിടങ്ങളിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. ആ ശ്രമത്തെ തൊഴിലാളികൾ എതിർത്തിട്ടുണ്ടാവും. പ്രിയപ്പെട്ട ഹസ്ക, താങ്കൾ ഇങ്ങനെ കള്ളം ആവർത്തിക്കാതെ ദയവ് ചെയ്ത്. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ ഇങ്ങനെ ആയിരുന്നില്ല, താങ്കൾ മാറിപ്പോയി. എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യങ്ങൾ പറയാറുണ്ടായിരുന്നു താങ്കൾ. ആ പ്രതീക്ഷ ഇല്ലാതായി.